കേരളത്തിൽ കോൺഗ്രസിന്റെ മഹാപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് ഒരൊറ്റ കാര്യമാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുമ്പ് ജോസ് കെ മാണി ഗ്രൂപ്പിനെ എങ്ങനെയെങ്കിലും കൂടെ കൂട്ടുക, അല്ലെങ്കിൽ ജോസ് കെ മാണി ഗ്രൂപ്പിലെ പ്രമുഖരെ കൂടെ കൂട്ടുക. ഹൈക്കമാൻഡ് ഈ സന്ദേശം കോൺഗ്രസിന് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി ഗ്രൂപ്പിനെ പിളർത്താനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്. അതിനുള്ള തകൃതിയായ ശ്രമങ്ങൾ നടത്തി തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസ്. ജോസ് കെ മാണിയുമായി ഇനിയൊരു ചർച്ച അടഞ്ഞ അധ്യായമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ജോസ് കെ മാണിയെ UDF-ലേക്ക് സഹർഷം സ്വാഗതം ചെയ്തിരുന്നു രമേശ് ചെന്നിത്തലയും DD സതീശനും. എന്നാൽ പിന്നീട് ജോസ് കെ മാണി തന്നെ പറഞ്ഞു UDF-ലേക്ക് താൻ പോകുന്നില്ല, തൻ്റെ പാർട്ടി പോകുന്നില്ലെന്നും LDF-നോടൊപ്പം ഉറച്ച് നിൽക്കുമെന്നും. ജോസ് കെ മാണിക്ക് പിന്നിൽ ശക്തമായ പിന്തുണയുമായി റോഷി അഗസ്റ്റിനും ഡോക്ടർ N ജയരാജും ഉണ്ട്. അങ്ങനെ പ്രബലരായ കേരള കോൺഗ്രസ് നേതാക്കളെല്ലാം ജോസ് കെ മാണിക്ക് പിന്നിൽ അണിനിരക്കുമ്പോൾ ജോബ് മൈക്കിൾ MLA, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA, ഈ രണ്ടുപേരെ ലാക്കാക്കിയാണ് കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ. ഈ രണ്ടുപേരും മാണി ഗ്രൂപ്പിൽ അസംതൃപ്തരാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മാണി ഗ്രൂപ്പ് UDF-ലേക്ക് പോകുന്ന സാഹചര്യം വന്നപ്പോൾ ഈ രണ്ടുപേരും UDF-ലേക്ക് പോകാൻ താല്പര്യം കാണിച്ചു എന്നാണ് വാർത്തകൾ പരന്നത്. എന്നാൽ ജോസ് കെ മാണി പിന്നീട് തൻ്റെ കീഴിൽ പാർട്ടി നേതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നുവെന്ന് അറിയിച്ചതോടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആ ശ്രമം ഉപേക്ഷിച്ചു. പക്ഷേ മധ്യ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ ക്രൈസ്തവ മേഖലയിൽ മാണി ഗ്രൂപ്പിനുള്ള സ്വാധീനം അതിനിർണായകമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ LDF-ന് കുതിപ്പുണ്ടാക്കാൻ സഹായിച്ചത് മാണി ഗ്രൂപ്പാണ്. പ്രത്യേകിച്ചും കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മാണി ഗ്രൂപ്പിന് ശക്തമായ സ്വാധീനമുണ്ട്. അത് അവഗണിക്കാൻ പറ്റാത്ത സ്വാധീനവുമാണ്. ജോസഫ് ഗ്രൂപ്പിനെ പോലെ ആളില്ലാ പാർട്ടിയല്ല മാണി ഗ്രൂപ്പ്. അവർക്ക് ശക്തമായ കേഡർ സംവിധാനമുണ്ട്. പാർട്ടി ചെയർമാൻ പറയുന്നതാണ് അവരുടെ നയം. മാണി സാർ വർഷങ്ങളായി കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചിരുന്നു മാണി ഗ്രൂപ്പിനെ. മാണി സാർ പോയ ശേഷം ജോസ് കെ മാണി ഗ്രൂപ്പിൻ്റെ അമരത്ത് എത്തി. ഏതായാലും ജോസ് കെ മാണിയും സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തിയെന്നും ജോസ് കെ മാണി UDF-ലേക്ക് പോകുമെന്നും വാർത്തകളൊക്കെ വന്നിരുന്നു. ഏറെക്കുറെ ചർച്ചകളൊക്കെ നടത്തിയെന്നതും ശരിയാണ്. പക്ഷേ റോഷി അഗസ്റ്റിനും ഡോക്ടർ N ജയരാജും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ UDF-ലേക്ക് പോകാൻ തയ്യാറായില്ല. ഇവിടെ ജോസ് കെ മാണിയുടെ തന്ത്രം പാളി. മാത്രമല്ല, UDF-ലേക്ക് പോയി കഴിഞ്ഞാൽ അധികാരത്തിന് വേണ്ടി എന്ത് അഭ്യാസവും കാണിക്കുന്ന, അല്ലെങ്കിൽ എന്ത് ചെറ്റത്തരവും കാണിക്കുന്ന പാർട്ടി എന്ന ഇമേജ് കേരള കോൺഗ്രസിന് ഉണ്ടാകുമെന്ന് ജോസ് കെ മാണി തിരിച്ചറിഞ്ഞു. LDF ആകട്ടെ ജോസ് കെ മാണി ഗ്രൂപ്പിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വാരിക്കോരിയാണ് സീറ്റുകൾ നൽകിയത്. അതിനു പുറമെ തലസ്ഥാനത്ത് മാണി സാറിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ 25 സെന്റ് സ്ഥലവും നൽകി. ഇത്രയൊക്കെ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുന്ന LDF വിട്ട് UDF-ലേക്ക് പോകുന്നത് ആത്മഹത്യാപരമാണെന്നും അങ്ങനെ പോയാൽ റോഷി അഗസ്റ്റിനും N ജയരാജും LDF-ൽ തുടരുമെന്നും ജോസ് കെ മാണി തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ജോസ് കെ മാണി UDF മോഹം അവസാനിപ്പിച്ചത്. ഇതോടെ ജോസ് കെ മാണിയുടെ വിഷയം അടഞ്ഞ അധ്യായമാണെന്ന് രമേശ് ചെന്നിത്തലയും DD സതീശനും പറഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കണ്ണ് ഇപ്പോഴും ജോസ് കെ മാണിയിലാണ്. ജോസ് കെ മാണിയെ UDF-ൽ നിന്ന് പറഞ്ഞു വിട്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം. ജോസ് കെ മാണി LDF-ലേക്ക് എത്തുമ്പോൾ LDF ക്യാമ്പിൽ ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും CPI-യുടെ ഭാഗത്ത്. എന്നാൽ CPI-യുടെ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി
പിണറായി വിജയൻ ജോസ് കെ മാണി ഗ്രൂപ്പിനെ LDFിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കണ്ണ് ജോസ് കെ മാണി ഗ്രൂപ്പിലാണ്. ഒന്നുകിൽ അതിനെ പിളർത്തുക, അതാണ് ഹൈക്കമാൻഡ് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുന്ന നിർദ്ദേശം. ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കുളത്തിങ്കലും ആടിത്തുടങ്ങുമോ? കാത്തിരുന്ന് കാണാം.